എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ മുട്ട ചേർത്തുള്ള ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത്. എഗ്ലെസ് റെസിപ്പിയിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇതിലുണ്ട്. വീഡിയോ കണ്ടു നോക്കാം. ഈ കേക്ക് തയ്യാറാക്കാൻ അവനും ബീറ്ററും ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുമാത്രമല്ല, ഇത് അവനിലും സോസ് പാനിലും ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കുന്ന ട്രഡീഷണൽ ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയും ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കുന്ന ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയും കഴിഞ്ഞ വർഷം ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ റെസിപ്പികൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ 6 തരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക. ഡേറ്റ്സ് കുരുമാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നു. ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൽ കാണിച്ചതുപോലെ കത്രിക കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡേറ്റ്സ് ഈ രീതിയിൽ മുറിച്ചെടുക്കാം. ഇത് കുരു കളഞ്ഞതിന് ശേഷം 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ടൂട്ടി ഫ്രൂട്ടി. ഞാനിവിടെ 50 ഗ്രാമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കുക. 50 ഗ്രാം കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അടുത്തതായിട്ട് ബദാം, അതും 50 ഗ്രാമാണ്. ഇതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. അതിൻ്റെ ബ്ലാക്ക് 50 ഗ്രാമും ഗോൾഡൻ 50 ഗ്രാമും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓരോന്നും 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ 300 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 1 kg പ്ലം കേക്ക് തയ്യാറാക്കാനാണ് 300 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല. 1 kg പ്ലം കേക്ക് തയ്യാറാക്കണമെങ്കിൽ 300 ഗ്രാം ചേർക്കുക. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലം കേക്ക് നല്ല റിച്ച് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഓറഞ്ച് സെസ്റ്റ് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ഫ്രഷ് ഓറഞ്ചിൽ നിന്നുമാണ് ഇത് രണ്ടും റെഡിയാക്കുന്നത്. ഓറഞ്ച് സെസ്റ്റ് നമുക്ക് കടയിൽ നിന്നും വാങ്ങാം. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് ചെറിയ പാക്കറ്റുകളിൽ കിട്ടും. പിന്നെ ഓറഞ്ച് ജ്യൂസ് അത് ഫ്രഷ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ പാക്കറ്റ് മേടിച്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രഷ് ഓറഞ്ചിൽ നിന്നും എടുക്കാൻ വേണ്ടി 2 ചെറിയ ഓറഞ്ച് നന്നായിട്ട് കഴുകി അതിലെ വെള്ളം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തിയോ പീലറോ കൊണ്ട് ഇതിൻ്റെ തൊലി കനം കുറച്ച് ചെത്തിയെടുക്കാം. അപ്പോൾ ഈ തൊലിക്കുള്ളിലെ ആ വൈറ്റ് പോർഷൻ കിട്ടാതെ ഓറഞ്ച് കളറിലുള്ള ആ പുറംതൊലി മാത്രം കിട്ടുന്ന രീതിയിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അഥവാ കട്ട് ചെയ്യുമ്പോൾ ആ വൈറ്റ് കൂടി കയറി വന്നാൽ അങ്ങനെ വരുന്നതിൻ്റെ ആ വൈറ്റ് പോർഷൻ മാത്രം എടുത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കത്രിക കൊണ്ട് എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാം. നമുക്കിതിൽ നിന്നും 1 ടേബിൾ സ്പൂണാണ് ഞാൻ കേക്കിലേക്ക് ചേർക്കുന്നത്. ഈ രീതിയിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ഓറഞ്ച് സെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. പാക്കറ്റിൽ വാങ്ങിയ ഓറഞ്ച് സെസ്റ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനിയിപ്പോൾ ഇതേ ഓറഞ്ച് പിഴിഞ്ഞ് അതിലെ ജ്യൂസ് കൂടി എടുക്കാം. ഈ ഒരു രീതിയിൽ നാരങ്ങ പിഴിയുന്നത് പോലെ തന്നെ ഓറഞ്ചും കട്ട് ചെയ്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു കേക്കിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് മതിയാവും. അതിൻ്റെ അളവ് നമ്മൾ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് പോലെ ഇരിക്കും. ഞാനിവിടെ 1.5 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓറഞ്ച് സെസ്റ്റിന് പകരമായിട്ട് നമ്മൾ വാങ്ങുന്ന ഓറഞ്ച് മാർമലൈഡ് 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അതിനുള്ളിൽ ഓറഞ്ചിൻ്റെ തൊലിയും ജാമും ഒക്കെ ഉണ്ട്. അത് ചേർത്താലും കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രഷ് പൈനാപ്പിളാണ് ചേർക്കുന്നത്. അത് വേണമെന്നില്ല. ഇതിന് പകരമായിട്ട് പൈനാപ്പിൾ ജാമോ പൈനാപ്പിൾ എസൻസോ ഉപയോഗിക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുക്കുന്നു. 50 ഗ്രാമാണ് വെയിറ്റ്. ഇത് നന്നായി അരച്ചൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇതിന് പകരമായിട്ട് പൈനാപ്പിൾ ജാമാണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ 5 ഡ്രോപ്പ് ചേർക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പൈനാപ്പിൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തതായിട്ട് ഷുഗർ ക്യാരമലാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നു. ഞാൻ ഇന്നിവിടെ നല്ല ഡാർക്ക് കളറിലുള്ള കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര ഡാർക്ക് കളറും അത്ര ക്യാരമൽ ടേസ്റ്റും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കരിച്ചാൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് തുടങ്ങാം. പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മളിട്ട പഞ്ചസാര ഒരു 1/4 ഭാഗവും ഉരുകിയതിന് ശേഷം ഇളക്കി തുടങ്ങാം. അപ്പോൾ ഈ രീതിയിൽ ഇളക്കണം എന്നില്ല. നമ്മുടെ പാൻ എടുത്ത് ചുറ്റിച്ചു കൊടുത്ത് മുഴുവൻ പഞ്ചസാരയും ഉരുക്കിയെടുത്താലും മതി. പ്ലം കേക്കിന് നല്ല കളറും ആ ഒരു ക്യാരമൽ ഫ്ലേവറും കിട്ടണമെങ്കിൽ പഞ്ചസാര നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ കരിച്ചെടുക്കണം.
ഇപ്പോൾ ഈ രീതിയിൽ പഞ്ചസാര ഉരുക്കിയതിന് ശേഷം പത വന്ന് തുടങ്ങും. നന്നായിട്ട് പത വന്ന് പൊങ്ങിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചിടാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ചേർക്കാം. 5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ എത്ര ടേബിൾ സ്പൂൺ ആണോ നിങ്ങൾ പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ ചൂടുവെള്ളവും ചേർക്കുക. ഇതൊഴിക്കുമ്പോൾ പെട്ടെന്നൊന്ന് തെറിക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ടുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒഴിക്കുമ്പോൾ ഈ ഉരുക്കിയ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചെന്ന് വരാം. അത് കുഴപ്പമില്ല. അത് വീണ്ടും വെള്ളം ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും ഉരുകി വരും. വെള്ളം ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കേക്കിൻ്റെ കളറ് നമ്മൾ ഷുഗർ ക്യാരമൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇതുപോലെ നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ക്യാരമലൈസ് ചെയ്യുക. അഥവാ നിങ്ങൾ ക്യാരമലിൻ്റെ ടേസ്റ്റ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ കരിച്ചാൽ മതി. ഇനി പഞ്ചസാര കരിച്ച് ചേർക്കുന്നതേ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്താൽ മതി. കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ നല്ല ഡാർക്ക് കളറിൽ ക്യാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൈനാപ്പിൾ പൾപ്പ് ചേർക്കാം. ഇത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ പൈനാപ്പിൾ ജാമിൻ്റെ, പൈനാപ്പിൾ എസൻസിൻ്റെ ഒക്കെ നല്ലൊരു മണം ഇപ്പോൾ നമുക്ക് വരും. അപ്പോൾ ഇത് ഈ രീതിയിൽ 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ ഒന്ന് വിളയിക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ഇതിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഫ്രഷ് അല്ലെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് വിളയിച്ചെടുക്കാം. ഇപ്പോഴും നമുക്ക് പൈനാപ്പിളിൻ്റെ മണമൊക്കെ മാറിയിട്ട് ഓറഞ്ച് എസൻസ് ചേർത്താൽ എന്ത് മണം വരുമോ ആ ഒരു മണമാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മളിവിടെ ഓറഞ്ച് എസൻസും പൈനാപ്പിൾ എസൻസും ഒന്നും ചേർക്കുന്നില്ല. നമ്മളിത് ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് ഓറഞ്ച് എസൻസും പൈനാപ്പിൾ എസൻസും ചേർക്കണം എന്നുണ്ടെങ്കിൽ 5 ഡ്രോപ്പ് വീതം ചേർക്കുക. ഇപ്പോൾ ഓറഞ്ച് സെസ്റ്റും ഇതിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കാം. 100 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ബട്ടർ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ അത് ഈ സമയത്ത് ചേർക്കേണ്ട. പിന്നീട് നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങുമ്പോൾ അതിൽ മൈദ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്, എങ്കിലും നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് കൊണ്ട് ഈ ബട്ടർ ഇപ്പോൾ നമുക്ക് ഉരുകി കിട്ടും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള ബട്ടർ വേണമെന്നില്ല. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്താണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ബട്ടർ മുഴുവൻ ഉരുകി ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോഴും ഈ മിക്സിന് ചൂടുണ്ട്, പൂർണ്ണമായിട്ട് ചൂട് മാറിയിട്ടില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ചേർക്കുന്നത്. 200 ഗ്രാംസ് വെയിറ്റ് ഉണ്ട്. ഇനി ഈ പഞ്ചസാര മുഴുവൻ അലിയുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഈ മിക്സിന് ചൂടുണ്ട്. അതുകൊണ്ട് ഈ ചൂടിൽ കിടന്ന് പഞ്ചസാര വേഗം നമുക്ക് അലിഞ്ഞു കിട്ടും. പഞ്ചസാരയുടെ തരികൾ ഒട്ടും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര പെട്ടെന്ന് യോജിപ്പിച്ചെടുക്കണമെങ്കിൽ 1 കപ്പ് എടുത്തൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. ഈ പഞ്ചസാര പൂർണ്ണമായിട്ട് അലിയണം, അതല്ലെങ്കിൽ കേക്കിൻ്റെ മുകളിൽ ഒട്ടൽ വരും. ഇപ്പോൾ ഈ മിക്സിൻ്റെ ചൂട് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ആദ്യം കുറച്ചൊന്ന് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ബാക്കി മുഴുവൻ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. അഥവാ നിങ്ങൾ പൈനാപ്പിൾ പൾപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് എക്സ്ട്രാ 1-2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി ചേർക്കുക. നിങ്ങളിതിൽ ഓറഞ്ച്, പൈനാപ്പിൾ ഇതിൻ്റെയൊക്കെ ജാമാണ് ചേർക്കുന്നതെങ്കിൽ കേക്കിന് കൂടുതൽ മധുരമായി പോവും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് 2-3 ടേബിൾ സ്പൂൺ കുറയ്ക്കുക. ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഈ സമയത്ത് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കുക. 1.5 കപ്പ് മൈദ. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പ്ലം കേക്കിൽ ഇത് ഏതായാലും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജാതിക്ക കുരു പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ചേർത്ത പൊടികളിൽ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് ഗ്രാമ്പൂ പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഇതിൻ്റെ അളവ് അറിയണമെങ്കിൽ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മണം നോക്കുക. ഗ്രാമ്പൂവിൻ്റെ മണം സ്വല്പം മുന്നോട്ട് നിൽക്കണം. അതുപോലെ തന്നെ മറ്റു പൊടികൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അഥവാ ഇതിൻ്റെയൊക്കെ പൊടികൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുത്ത് ചേർത്താൽ മതി.
പ്ലം കേക്ക് സാധാരണ അത്ര സോഫ്റ്റും ഫ്ലഫി ആയിട്ടൊന്നും അല്ല ഇരിക്കാറ്. അതുകൊണ്ട് ഈ പൊടി അരിച്ചെടുക്കണം നിർബന്ധമില്ല. പിന്നെ ഇതിൽ ചേർത്ത ഈ സ്പൈസസ് എല്ലാം ഈവനായിട്ട് മിക്സ് ആകാൻ വേണ്ടി ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഈ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അരിക്കുന്നില്ല. നമ്മളിന്നിവിടെ സോസ് പാനിലും അവനിലും കേക്ക് റെഡിയാക്കുന്നുണ്ട്. അതുകൊണ്ട് കേക്ക് ടിന്ന് സോസ് പാന് റെഡിയാക്കി വെക്കാം. ഞാൻ ഇന്നിവിടെ 7.5 ഇഞ്ചിന്റെ സോസ് പാനും 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നുമാണ് കേക്ക് തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്ത് അടിയിലും വശങ്ങളിലും ബട്ടർ പേപ്പർ വെക്കണം. അപ്പോൾ ഈ രീതിയിൽ വശങ്ങളിലും ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് അവൻ പ്രീഹീറ്റ് ചെയ്യാനായി വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 315 ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. സോസ് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അത് വെക്കുന്ന തവ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കുക. കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ വാഷറും വെയിറ്റും മാറ്റി മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു വലിയ ബൗളിലേക്ക് 3 മുട്ട എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കേക്കിലേക്ക് മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ബ്രോയിലർ മുട്ട എടുക്കുന്നതാണ് നല്ലത്. നാടൻ മുട്ടയ്ക്ക് കൂടുതൽ സ്മെല്ല് വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ചെയ്താൽ മതി. മറ്റു കേക്കുകളിലേക്കൊക്കെ ചെയ്യുന്നത് പോലെ ഇത് ഒത്തിരി അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബീറ്റർ വേണമെന്നില്ല. ഇതുപോലെ ഒരു വിസ്കോ ഫോർക്കോ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഒത്തിരി അങ്ങ് പതപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇതിലും പതപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. കേക്കിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് കാരമൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് പകുതി ചേർക്കാം. ഈ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാനായി ഒരു സ്പാറ്റിലോ വിസ്കോ സ്പൂണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്താൽ മതി. ഈ രീതിയിൽ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ ഇടയിലൊന്നും പൊടി കട്ട പിടിച്ചിരിക്കാതെ എല്ലാം ഈവനായിട്ട് മിക്സായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന മുഴുവൻ കാരമൽ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും ചേർക്കാം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. മുഴുവൻ ചേർത്തിട്ടില്ല, ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ റം ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. 1 ടീസ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ റമ്മോ ബ്രാൻഡിയോ ഇതിൽ ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുക എന്നുള്ളത് നിർബന്ധമല്ല. ചിലർക്ക് ഇത് ചേർക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചേർത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ചേർത്തില്ലെന്നോർത്ത് കേക്കിൻ്റെ ടേസ്റ്റിലൊന്നും യാതൊരു കുറവും ഉണ്ടാവില്ല. താല്പര്യമില്ലാത്തവർ ഇത് ഒഴിവാക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഈ സമയത്ത് ബാറ്റർ ഒത്തിരി കട്ടിയായി പോയെന്ന് തോന്നിയാൽ 1-2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ആപ്പിൾ സോസ് ചേർത്തിട്ടുള്ള എഗ്ലെസ് കേക്കിന്റെ ബാറ്ററിലും ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണിത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി കാഷ്യൂസും ബദാമും ഒക്കെ വയ്ക്കാം. ഇതുമാത്രമല്ല റൈസിൻസ്, ടൂട്ടി ഫ്രൂട്ടി, ചെറി ഇവയൊക്കെ വെക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. എനിക്കിവിടെ 65 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഈ കേക്ക് ബേക്ക് ചെയ്യാനുള്ള സമയം പലർക്കും പലതായിരിക്കും. ഇതിൽ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവനുസരിച്ച് അത് മാറും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതെങ്കിൽ 65 മിനിറ്റിൽ തന്നെ ബേക്കായി കിട്ടും. ഇതിലും കുറവാണ് ചേർക്കുന്നതെങ്കിൽ 45 മിനിറ്റ് തൊട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി സോസ് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് ബാറ്റർ ലെവൽ ചെയ്ത് കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്ത് കാഷ്യൂസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഈ സോസ് പാൻ്റെ ലിഡ് ഗ്ലാസ് ലിഡാണ്. അതുകൊണ്ട് ഒരു ഫോയിൽ പേപ്പർ കൊണ്ടുകൂടി അടയ്ക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ അടപ്പാണ് നിങ്ങളുടെ സോസ് പാനിനെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഞാനിവിടെ 2 ലെയർ ഫോയിൽ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഈ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ചെറിയൊരു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം, അതിനുള്ളിലെ എയർ പുറത്തോട്ട് പോകാൻ. ഞാനിവിടെ ഹോൾ ഇടുന്നത് കാണിച്ചിട്ടില്ല. ഇതുപോലൊരു തവയോ ദോശക്കല്ലോ ആദ്യം വെക്കുക. അതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലായി സോസ് പാൻ വെച്ച് കൊടുക്കാം. സോസ് പാൻ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറയ്ക്കാം. ഇനി ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇതും എനിക്ക് 65 മിനിറ്റിൽ ബേക്കായി കിട്ടി. ഈ രീതിയിൽ സോസ് പാനിൽ ഉണ്ടാക്കുന്ന കേക്കിൻ്റെയും സമയം പലർക്കും പലതായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ ബേർണറിൻ്റെ സൈസ് അനുസരിച്ചും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവനുസരിച്ചും അതും മാറും. അതുകൊണ്ട് ഒരു 35 മിനിറ്റ് തൊട്ട് ബേക്കായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിത് രണ്ടും കറക്റ്റ് 1 kg കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും 65 മിനിറ്റിൽ എനിക്ക് ബേക്കായി കിട്ടിയിരിക്കുന്നത്. സോസ് പാൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് ഈസി ആയിട്ട് കേക്ക് ഇതുപോലെ മാറ്റാം. കേക്കിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിൽ നിന്നും ബട്ടർ പേപ്പർ മാറ്റാം.
ഇനി കേക്ക് പൂർണ്ണമായിട്ട് തണുക്കാനായി അനുവദിക്കണം. കേക്ക് മുഴുവൻ തണുത്തിട്ട് മാത്രമേ അടച്ചു വെക്കാവൂ, അതല്ലെങ്കിൽ ആവി വന്നിട്ട് കേക്കിൻ്റെ മുകളിൽ ഒട്ടൽ വരും. ഇത് തയ്യാറാക്കി പിറ്റേന്ന് കഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഇതിന് മുകളിലായി റമ്മോ ബ്രാൻഡിയോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് നിർബന്ധമല്ല, താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഈ ഒരു കേക്ക് ബട്ടർ പേപ്പർ ഉൾപ്പെടെ കറക്റ്റ് 1 kg ആയിരുന്നു. ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം 972 ഗ്രാംസ് ഉണ്ട്. ഇനി നമുക്ക് സോസ് പാൻ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലായിടത്തും നല്ല ഈവനായി തന്നെ വന്നിട്ടുണ്ട്. നല്ല മോയിസ്റ്റ് കേക്കാണ്. ഇനി അവനിൽ തയ്യാറാക്കിയ കേക്ക് കട്ട് ചെയ്യാം. കേക്കുകളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ പ്ലം കേക്ക്. ഇതും നല്ല പെർഫെക്റ്റായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എല്ലായിടത്തും നല്ല ഈവനായി തന്നെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാത്തത് കൊണ്ട് അത് ഡ്രൈ ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. നമ്മൾ കാരമൽ സിറപ്പിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല മോയിസ്റ്റ് കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. അവനും ബീറ്ററും ഒന്നും വേണ്ട, ആർക്കും തയ്യാറാക്കാവുന്ന ഒരു കേക്കാണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ തയ്യാറാക്കുന്ന കേക്കിൻ്റെ ഫോട്ടോസ് ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്യുക, അതല്ലെങ്കിൽ മെയിൽ ചെയ്ത് തരിക. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ക്രിസ്മസ് വിഭവങ്ങളൊക്കെ ഒരുക്കി ഈ ക്രിസ്മസ് സ്ട്രോബെറി ചാനലിനൊപ്പം ആഘോഷിക്കുക. എല്ലാവർക്കും മെറി ക്രിസ്മസ്.